കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപുരുഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റോഡിലോട്ട് ഇറങ്ങാത്തൊരു കാര്യം കാണത്തില്ലേ? റോഡിലിറങ്ങി ഒരു വണ്ടി ഇടിക്കാൻ വന്നു. വണ്ടി ഇടിക്കാൻ വരുന്നു എന്ന് കാണാനും കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനും, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കണ്ണേ കൊള്ളാനുള്ള പുരുകത്ത് കൊണ്ടുപോകാനും ഒക്കെ എന്താ വേണം? ഈശ്വരാധീനം വേണം, ഭാഗ്യം വേണം, അല്ലേ? ഇപ്പോൾ ഒരാൾ വണ്ടി ഇടിക്കാൻ വന്ന് നമ്മളെ ഒന്ന് പിടിച്ചു മാറ്റുന്ന ഒരാൾ നമ്മളെ പിടിച്ചു മാറ്റുന്നു. എന്തുകൊണ്ടാ? നമുക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ട്, അല്ലേ? അതൊക്കെ എന്തിൻ്റെ ഇതിലെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്? ഈശ്വരാനുഗ്രഹം, പോസിറ്റീവ് എനർജി, അല്ലേ? അപ്പം നമുക്കൊരു കാര്യം വരാൻ പോകുന്നു എന്ന് നമുക്കൊരു ചൂണ്ടുപലക ആവുന്ന ഒരു ശാസ്ത്രം, അതായത് ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. ശാസ്ത്രങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കാനോ അല്ലെ എന്നെ പ്രാകുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു, അതിനുള്ള പരിഹാരവും ഞാനിവിടെ പറയുന്നുണ്ട്. അതും ചിന്തിച്ച് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. വഴിപാട് പോലെ ആവരുത്. ആത്മാർത്ഥമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്തും സംഭവിക്കാം. ശനി രാശി മാറുന്നു ഈ 9 നക്ഷത്രക്കാർക്ക്. കരുതിയിരിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വരാനുഗ്രഹം കൂട്ടുക. മാർക്കണ്ഡേയൻ്റെ കഥ എല്ലാവർക്കും അറിയാം, അല്ലേ? മാർക്കണ്ഡേയൻ എന്ത് പറ്റി? ജനിച്ചപ്പോഴേ ഒരു കുട്ടി ജനിക്കാൻ പോകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഇനി ചോദിച്ചു, പൊട്ടനായിട്ട് 100 വയസ്സ് വരെയുള്ള കുട്ടിയെ വേണോ, 16 വയസ്സ് വരെ ആയുസ്സുള്ള കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. 16 വയസ്സ് ആയുസ്സുള്ള കുട്ടിയെ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 16 കുട്ടി ജനിച്ച് കുട്ടിക്ക് ഓർമ്മയായപ്പോൾ തൊട്ട് ശിവഭഗവാനെ ഭജിച്ച് അവസാനം കാലം 16 വയസ്സായപ്പോൾ കൊണ്ടുപോകാൻ വന്നു. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം മഹാദേവൻ രക്ഷിച്ചതായിട്ടും എന്നും 16 വയസ്സായിരിക്കട്ടെ എന്നൊരു വരം കൊടുത്തായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. കളങ്കമില്ലാതെ, സംശയദൃഷ്ടി ഇല്ലാതെ, ഒരു തരി പോലും സംശയദൃഷ്ടി ഉണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഫലിക്കത്തില്ല. അപ്പം നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, തിരുവാതിര, ആയില്യം, ചോതി, മൂലം, പൂരാടം, തിരുവോണം, ചതയം. അശ്വതിയുടെ കാര്യവും മൂലത്തിനൊക്കെ ഞാൻ നേരത്തെ ഈ ഗ്രഹണത്തിൻ്റെയൊക്കെ ദോഷം പറഞ്ഞിട്ടുണ്ട്. ഗ്രഹണഫലമൊക്കെ 1 വർഷം ആവരുന്നു പറയുന്നത്. അപ്പോൾ അവർക്ക് ആ ഗ്രഹണഫലം കുറച്ച് ദോഷമാണ്. അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ശനി രാശി മാറുന്നു. അപ്പം അതിൻ്റെ പരിഹാരമായിട്ട് ആദ്യം ചെയ്യേണ്ടത് 24-ാം തീയതി, അതായത് 2020 ജനുവരി 24-ാം തീയതി കർത്തവാവ് ദിവസം, വെള്ളിയാഴ്ച ദിവസമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. യാത്ര ചെയ്യുമ്പോഴായാലും, സ്ത്രീകളൊക്കെയാണ് വീട്ടിൽ പാചകം ചെയ്യുമ്പോഴായാലും, ജോലിക്ക് പോകുമ്പോഴായാലും, എന്ത് കാര്യത്തിനും വളരെ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ 9 പ്രാവശ്യം ചിന്തിച്ചിട്ടേ ഈ നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവൂ. നിങ്ങളെ ഭീതിപ്പെടുത്തുമോ അല്ലെ ഭയപ്പെടുത്തുമോ അല്ലെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയോ അല്ലെ നിങ്ങളുടെ ആത്മവിശ്വാസം കളയുമൊന്നുമല്ല. അധിക ആത്മവിശ്വാസം പാടില്ല. ആത്മവിശ്വാസം വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ആത്മവിശ്വാസം പകരുന്ന ശക്തികളെ മുറുകെ പിടിക്കണം. ആദ്യം ഭജിക്കേണ്ടത് രുദ്രനെ, ശിവഭഗവാന്. ആ ദിവസം രാവിലെ പറ്റുമെങ്കിൽ മറ്റ് അശുദ്ധികളൊന്നുമില്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ മുങ്ങിക്കുളിക്കാൻ പറ്റുമെങ്കിൽ ആറ്റിലോ തോട്ടിലോ കുളത്തിലോ എവിടെങ്കിലും, എന്തെങ്കിലും അറിയാവുന്നവർ വേണം, അല്ലെങ്കിൽ കുളത്തിൽ പോയി വീണ്ടും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് സമയദോഷം കൂടാ. മുങ്ങിക്കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ഈറനോടെ 5 പ്രദക്ഷിണം വെച്ച് ഭഗവാന് ജലധാര, കൂവളമാല, പറ്റുമെങ്കിൽ കരിക്കുമാല, ഭസ്മമാല, എരുക്കുമാല, ഇതിലേതെങ്കിലുമൊക്കെ അവരുടെ ശക്തിക്ക് അനുസരിച്ച് ചാർത്തി ശ്രീരുദ്രം മന്ത്രാർച്ചന, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ജയ രുദ്ര മന്ത്രാർച്ചന, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്, അന്ന് തൊട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു, അന്ന് തൊട്ട് ശാസ്താവിൻ ക്ഷേത്രത്തിൽ ഒന്നുകിൽ മാസം തന്നാണ്, അല്ലെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച 30 ശനിയാഴ്ച എന്ന് പറയും. ആ ശനിയാഴ്ച ശാസ്താവിന് എള്ളുപായസം, എള്ളുപറ, അതുപോലെ തന്നെ നീരാഞ്ജനം ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ, ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കാം. ശനിയാഴ്ച ദിവസങ്ങളിൽ ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക. ശനി മാറിയതിനു ശേഷം വരുന്ന ആദ്യത്തെ ശനിയാഴ്ച വിധവകൾക്ക്, വൈധവ്യമുള്ള ആർക്കെങ്കിലും, അതായത് സ്ത്രീ, ഭാര്യ നഷ്ടപ്പെട്ട പുരുഷനാവാം, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാവാം, കറുത്ത വസ്ത്രങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുക. നവഗ്രഹ പൂജ, നവഗ്രഹ ധാന്യദാനം. ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണന് നവധാന്യങ്ങളുണ്ട്, അത് ദാനം ചെയ്യാം. ശനീശ്വര പൂജ, ഇന്ദ്രനീല രത്നം ധരിക്കാം. 2.5 വർഷക്കാലമാണ് ശനി മകര രാശിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ ഇതിനുള്ള
പരിഹാരങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരിഹാരങ്ങൾ, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ശനിദോഷം നിമിത്തം നിങ്ങൾക്ക് ഒരു ദോഷവും നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യ സംബന്ധമായിട്ടൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.